സെക്കൻഡിൽ 24 ഫ്രെയിമുകളിലായി മിടിക്കുന്ന തിരശ്ശീലയിൽ ജീവിതത്തിൻ്റെ ശ്വാസം കണ്ടെത്തിയ ഒരാളുടെ വേർപാടാണിത്. സിനിമയെ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇത്രയും അഗാധമായതും. സംവിധാനത്തിലും ഛായാഗ്രഹണത്തിലും ലോക സിനിമയ്ക്കും മലയാളം സമ്മാനിച്ച അഭിമാന വിലാസങ്ങളിലൊന്നാണ് ഷാജി എൻ കരുൺ. അദ്ദേഹത്തിൻ്റെ ഈ വിയോഗം വിവിധ രാജ്യങ്ങളിലുള്ള എത്രയോ സിനിമാ പ്രണയികളെ സങ്കടത്തിലാഴ്ത്തുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ലളിതമാണ്. മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സങ്കടത്തിൻ്റെയും പ്രണയത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും ഒക്കെ ലോകഭാഷയിലാണ്, ഏകഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ സംസാരിച്ചത്. ആ സിനിമകൾ മലയാളത്തിലും ഹിന്ദിയിലുമായിരുന്നുവെങ്കിലും ഭാഷയുടെയോ ദേശത്തിൻ്റെയോ വ്യത്യാസം അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ആവശ്യമില്ലായിരുന്നു. ചലച്ചിത്ര നിധിയുമായി ഭൂഖണ്ഡങ്ങളിലൂടെ കപ്പലോടിച്ച ലക്ഷ്യബോധമുള്ള ഒരു നാവികനായി ഷാജിയെ വിശേഷിപ്പിക്കാം. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ലോക പ്രേക്ഷകരെയാണ് സംവിധാനം ചെയ്ത് ആദ്യ ചിത്രമായ ചലച്ചിത്ര നിധിയുമായി ഭൂഖണ്ഡങ്ങളിലൂടെ കപ്പലോടിച്ച ലക്ഷ്യബോധമുള്ള ഒരു നാവികനായി ഷാജിയെ വിശേഷിപ്പിക്കാം. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ലോക പ്രേക്ഷകരെയാണ് സംവിധാനം ചെയ്ത ആദ്യ ചിത്രമായ പിറവി മുതൽ ഷാജി മുന്നിലിരുത്തിയത്. കാരണം ഒരിക്കലും വരാത്ത മകനെ തേടി അലയുന്ന അച്ഛൻ്റെ വിങ്ങലിനും വേവലാതിക്കും ഏത് ഭാഷയിലും ഒരേ അർത്ഥമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ 70ഓളം ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കുകയും 31 രാജ്യാന്തര പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തത്. വൈദവ്യത്തിൻ്റെ നിറമൊഴിഞ്ഞ സ്വപ്നങ്ങളും ബാല്യത്തിൻ്റെ മൗനസങ്കടങ്ങളും ഒരു റെയിൽവേ സ്റ്റേഷനെ പശ്ചാത്തലമാക്കി അവതരിപ്പിച്ച സ്വം അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്നു. കാൻ ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചിത്രവുമാണത്. സങ്കടത്തിൻ്റെയും ഏകാന്തതയുടെയും ആഴമറിയിച്ച ആ സിനിമയുടെ കഥനലാളിത്യം ചലച്ചിത്ര വിദ്യാർത്ഥികൾക്കും പാഠപുസ്തകം തന്നെയാകുന്നു. സ്വജീവിതത്തെ അതിൻ്റെ എല്ലാ ഉൾസംഘർഷങ്ങളോടെയും ലാളിത്യത്തോടെയും സൗമ്യതയോടെയും അനുഭവിച്ച ഷാജിയുടെ സിനിമകൾക്കും അതേ ലാളിത്യം സ്വാഭാവികമായി കൈവന്നു. ലോക തിരശ്ശീലയ്ക്ക് മുന്നിൽ ഷാജി എൻ കരുൺ എന്ന പേര് പ്രിയമോടെ എഴുതിക്കാട്ടിയ മറ്റൊരു സിനിമയായിരുന്നു വാനപ്രസ്ഥം. ഒരർത്ഥത്തിൽ മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ ലോക സിനിമ. കഥകളി കലാകാരനായ കുഞ്ഞിക്കുട്ടൻ്റെ ആന്തരിക വേവും നോവും പകർത്തിയ മോഹൻലാൽ തൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ഗംഭീര കഥാപാത്രങ്ങളിൽ ഒരാളെ കാലത്തിന് സമർപ്പിക്കുകയായിരുന്നു. വാനപ്രസ്ഥം കാനിൻ്റെ ഔദ്യോഗിക വിഭാഗത്തിലും പ്രദർശിപ്പിച്ചിരുന്നു. മമ്മൂട്ടി നായകനായ കുട്ടീസ് റാങ്ക് അവാർഡുകൾ വാരിക്കൂട്ടിയ മറ്റൊരു ചിത്രമാണ്. 3 ഋതുക്കളിലൂടെയുള്ള നായകൻ്റെ ആത്മാന്വേഷണ യാത്ര മലയാള സിനിമയ്ക്ക് അധികം പരിചയമില്ലാത്തൊരു മാജിക്കൽ റിയലിസത്തിൻ്റെ ജലതലത്തിലൂടെയായിരുന്നു. ഷാജിയുടെ ഓരോ സിനിമയ്ക്കുമിടയിൽ ദീർഘമായ ഇടവേളകൾ ഉണ്ടായിരുന്നു. വാനപ്രസ്ഥത്തിനും കുട്ടീസ് റാങ്കിനുമിടയിൽ മാത്രമുണ്ട് 10 വർഷം. എന്നാൽ ഓരോ സിനിമയും ചരിത്രമെഴുതി. പിന്നീട് സംവിധാനം ചെയ്ത സോപാനം, ഓള് എന്നീ സിനിമകളും നിരൂപക പ്രശംസ നേടുകയുണ്ടായി. സങ്കീർണ സുന്ദരമായ മനുഷ്യകഥ പറയാനുള്ള വേറിട്ട ഇഷ്ടം കൊണ്ടാണ് അദ്ദേഹം ആർട്ടിസ്റ്റ് നമ്പൂതിരി, AKG, G അരവിന്ദൻ തുടങ്ങിയവരെക്കുറിച്ചുൾപ്പെടെ ഒരു ഡസനോളം ഡോക്യുമെൻ്ററികളും ഒരുക്കിയത്. ഇന്ത്യ കണ്ട മികച്ച ഛായാഗ്രാഹകരിൽ ഒരാളായിരുന്നു ഷാജി. വിവിധ ഇന്ത്യൻ ഭാഷകളിലായി 40ഓളം സിനിമകളുടെ ഛായാഗ്രഹണം നിർവഹിച്ചു. വിഖ്യാത ചലച്ചിത്രകാരൻ അരവിന്ദനെ കണ്ടുമുട്ടിയതാണ് ഷാജിയുടെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തം. ചരിത്രത്തിലെ കവിതയും ക്യാമറയും തമ്മിലുള്ള ആ സമാഗമം ചരിത്രമെഴുതി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന അദ്ദേഹം നിലവിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനും പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റുമായിരുന്നു. കളങ്കമില്ലാത്ത സ്നേഹത്തിൽ, ആത്യന്തികമായ മനുഷ്യ നന്മയിൽ താൻ വിശ്വസിക്കുന്നുവെന്ന് ഷാജി എപ്പോഴും ആവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മുദ്രാവാചകമെന്നു തന്നെ പറയാവുന്ന ഈ പ്രഖ്യാപനത്തിൻ്റെ തിരയെഴുത്തുകളായിരുന്നു ഷാജിയുടെ സിനിമകൾ ഓരോന്നും. സൗമ്യതയോടെ ലളിതവാചകങ്ങളിൽ മാത്രം സംസാരിച്ച ഒരാളിതാ ഇളം കാറ്റുപോലെ പതിയെ കടന്നു പോകുന്നു.